നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മലര് വെച്ച് ഒരു കച്ചാ ചൂടയാണ് ഞാനിന്ന് ശരിയാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 400 ഗ്രാം മലരെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓയിൽ. അത് 4 ടേബിൾ സ്പൂണോളം ഓയിൽ വേണം. ശകലം മഞ്ഞൾപ്പൊടി വേണം, ശകലം മുളക് പൊടി വേണം, ഉപ്പ് വേണം, നല്ല ജീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 200 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, പച്ചയ്ക്ക് തന്നെ എടുത്തേക്കുന്നത്. പിന്നെ 2 സവാള, 4 പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുകയാണ്. പിന്നെ കുറച്ച് കൂടുതൽ വേപ്പില വേണം. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. നമുക്കപ്പം ശരിയാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഈ മലര് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇതിഞ്ഞെടുത്താൽ മതി. നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, ഇത് തനിയെ തന്നെ ഇങ്ങനെ അങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ മലര് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റോളം ആയി നമ്മളിതിട്ട് വറുത്തെടുത്തപ്പോഴത്തേക്ക്. വേണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ടിത് മാറ്റാം. നമുക്ക് എന്താ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇത് മാറ്റാം. നമുക്കിനി പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 സ്പൂണോളം ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഓയിൽ. ഇതിലോട്ട് നമുക്കിനി ഈ സവാള ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കോരി ഈ മലരിൻ്റെ അകത്തോട്ട് തന്നെ അങ്ങ് ഇട്ടാൽ മതി. നമ്മൾ വറുത്ത് വെച്ച മലര് കണ്ട ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് ഇട്ടാൽ മതി. കോരി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ആ ഉള്ളി കോരിയ ആ ഓയിലിൽ തന്നെ ഇട്ടേക്കുന്നത്. പച്ചമുളക് മൂത്തിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ഇതെല്ലാം വിശാലം മൂപ്പിച്ച് വേണം കോരിയെടുക്കാൻ. അതും നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് നോക്കണം. എല്ലാം ഇതിൻ്റെ മുകളിൽ അങ്ങ് വറുത്തിട്ടാൽ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടതാണ് നമുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ വേപ്പില മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വേപ്പില മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പോരാം.
നമുക്കിതിലോട്ട് 1 സ്പൂൺ നല്ല ജീരകമായിട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ വേറെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ആദ്യം ഒഴിച്ച ആ ഓയിലിൽ തന്നെ ഇതെല്ലാം നമ്മൾ വറുത്തെടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കപ്പലണ്ടി ഇട്ട് കപ്പലണ്ടി അപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മുളക് പൊടി, സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മളിത് പൊടിയൊക്കെ ഇടാൻ. ഇതിൻ്റെ പൊടി കറ്റി പോകും. ഇതിലൂടെ നമുക്ക് ഇനി ഇത് ഇടാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ശകലം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാനത് പറയാൻ മറന്നുപോയി. ശകലം കായപ്പൊടിയും കൂടി ഇത് നമ്മൾ യോജിപ്പിച്ചിങ്ങ് എടുത്താൽ മതി. ഇതിലൊന്നും ചേർക്കാനില്ല. ഇതാണ് നമ്മുടെ കച്ച ചൂട. നല്ല ടേസ്റ്റാണ്. 4 മണിക്കത്തെ ചായ കുടിക്കൊക്കെ ഇത് കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ശരിയാക്കി നോക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരുപാട് ദിവസം കേടുകൂടാതിരുന്നോളൂ. എയർ ടൈറ്റായ ഒരു ടിന്നിലിട്ട് വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വിഭവമായി ഇനി അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും.